ഇവിടെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച EMSൻ്റെ നാമധേയത്തിലുള്ള കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ലോക്കൽ കമ്മിറ്റിയുടെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭംഗിയായി ഒരുക്കാൻ ഈ കെട്ടിടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത സഖാക്കളെയും അതുമായി സഹകരിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. നമ്മുടെ പാർട്ടിയുടെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയംഗമായ പിന്തുണയും പൂർണ്ണമായ സഹകരണവും ലഭിക്കാറുണ്ട്. അതിന് ഇടയാക്കുന്നത് പാർട്ടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസ്യതയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ഒരു ഓഫീസ് നിർമ്മിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ പാർട്ടി ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകാറുണ്ട്. അതിനിടയാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ നൽകുന്ന സഹായം ദുരുപയോഗം ചെയ്യില്ല എന്ന അവരുടെ ഉറപ്പാണ്. അതാണ് എല്ലാ കാലത്തെയും പാർട്ടിയുടെ കരുത്തായി നിലനിൽക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഇതുമായി സഹകരിച്ചുവെന്ന്. അതും പാർട്ടി നേടിയ വിശ്വാസ്യതയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ പാർട്ടിയുടെ പുതിയ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഉത്തരവാദിത്വമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മുടെ പൊതു സാഹചര്യമെടുത്താൽ അത്തരമൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ദുസ്സഹമായി മാറുന്നുവെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മൊത്തത്തിൽ സംജാതമാവുകയാണ്. അത് ദേശീയ സാഹചര്യവും ലോക സാഹചര്യവും ചേർന്ന് നിന്നുള്ള ഒന്നാണ്. ഇപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവഗതികൾ നമ്മുടെയെല്ലാം വീടുകളിലെ അടുക്കളകളെ സാരമായി ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്ത പലതിനും താങ്ങാനാവാത്ത തോതിലാണ് വില വർദ്ധിക്കുന്നത്.
നമ്മുടെ ഈ പ്രദേശം ഒരു കാർഷിക പ്രദേശമാണല്ലോ. കാർഷിക രംഗത്ത് രാസവളങ്ങൾക്ക് വലിയ തോതിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുകയാണ്. ഇത് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കൃഷിക്കാർക്ക് ആവശ്യമായ രാസവളം ലഭ്യമാകുന്നതിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടതായി വരുന്നു. ഇതെല്ലാം ലോക സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷിക്കാരെ കൂടുതൽ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടികൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് മുൻതൂക്കം കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാരുടെയോ കൃഷിക്കാരുടെയോ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതല്ല. അവരാകെ ഗൗരവത്തിലെടുക്കുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. കോർപ്പറേറ്റുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിക്കൂടാ. അതിനുവേണ്ടി നമ്മുടെ കേന്ദ്രഭരണം പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. എന്നാൽ അതേസമയം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവയുടെ നേരെ മുഖം തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു.